ഞാൻ ആദ്യം ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരും, പിന്നെ ഈ ദുആ നിങ്ങൾക്ക് ചൊല്ലിത്തരും. നിങ്ങൾ എല്ലാവരും ഇത് ചൊല്ലണം. ഇത് ചൊല്ലി ദുആ ചെയ്താൽ അതുകൊണ്ട് എല്ലാ ടെൻഷനുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും നീങ്ങിക്കിട്ടും. ആ ടെൻഷന് പകരം സന്തോഷം അല്ലാഹു പകരം തരുന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിൽ പ്രതീക്ഷയോടെ ഈ അനുഗ്രഹീത മജ്ലിസിൽ സംഗമിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഇതൊക്കെ ആഖിറത്തിൽ വലിയ ഉപകാരപ്പെടുന്ന ഒരു മജ്ലിസാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സർവശക്തനായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളെക്കുറിച്ച് പറയുന്ന ആ നാമങ്ങൾ പ്രത്യേകമായി കൂട്ടമായി നമ്മളൊക്കെ വിളിച്ച് ദുആ ചെയ്യുന്ന അള്ളാഹുവിന്റെ നാമങ്ങൾ ചേർത്ത് വെച്ച് മഹത്തായ ബൈത്ത് ചൊല്ലി ദുആ ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു മജ്ലിസാണിത്. അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ച് പറയുന്ന മജ്ലിസ് എന്ന നിലയിൽ തീർച്ചയായും ഈ മജ്ലിസിന് വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹു ആ മഹത്വം പൂർണ്ണമായും അനുഭവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ ആമുഖമായി ഒന്നുകൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതൊക്കെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. ഈ ഒരു ഖൈറ് നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കിട്ടണം. നമ്മളൊന്ന് ഷെയർ ചെയ്ത് ഇതാ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഇതിലൊന്ന് സംബന്ധിച്ചാൽ വലിയ നേട്ടമായിരിക്കും കേട്ടോ, ഒന്ന് പങ്കെടുത്തു നോക്കൂ എന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരോട് പറയുന്നതിന്റെ ഫലമായി പലരും ഈ നന്മയിൽ പങ്കാളികളാകും. അതിന്റെ ഫലമായി എന്തെല്ലാം പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുമോ അതേ പ്രതിഫലം ഒരു അണു അളവ് പോലും ചുരുങ്ങാതെ നമുക്ക് കിട്ടും. ഈ പുണ്യ റമളാനിൽ അതൊക്കെ നേടിയെടുക്കാൻ ആവശ്യമായ ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും പങ്കാളികളാകണമെന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ജല്ല ജലാലായ അള്ളാഹുവിന്റെ സുന്ദര നാമങ്ങൾ, പവിത്ര പേരുകൾ വിളിച്ച് ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് നാം. ആ പേരിന് പ്രത്യേകതയുണ്ട്. ഇലാഹായ റബ്ബിന് അനവധി നാമങ്ങളുണ്ടല്ലോ. 4 സ്ഥലത്ത് ഇലാഹായ റബ്ബ് തന്നെ വിശുദ്ധ ഖുർആനിൽ ആ പേരുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അഅറാഫിന്റെ 180-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. ജല്ല ജലാലായ റബ്ബിന്റെ നാമങ്ങളെ കുറിച്ച് പറയുകയാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. ഇലാഹായ റബ്ബിന് ഒരുപാട് സുന്ദരമായ പേരുകളുണ്ട്, ഒരുപാട് റബ്ബിന് നല്ല നല്ല പേരുകളുണ്ട്. ഫദ്ഉഹു ബിഹാ. ആ പേര് വിളിച്ച് നിങ്ങൾക്ക് റബ്ബിനോട് ദുആ ചെയ്തുകൂടെ? നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറണമെന്ന് താല്പര്യമുണ്ടോ? നിങ്ങളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം വേണമെന്ന ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ വേണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരണമെന്നുണ്ടോ? മക്കളെ കൊണ്ട് ഖൈറ് കിട്ടണമെന്നുണ്ടോ? ഫദ്ഉഹു ബിഹാ. ആ പേര് വിളിച്ച് യജമാനനായ റബ്ബിനോട് ദുആ ചെയ്യണേ. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര പേരുകളാണ് അല്ലാഹുക്കുള്ളത് അറിയൂല.
ഇലാഹായ റബ്ബിന് എത്ര നാമങ്ങളാണുള്ളതെന്ന് കൃത്യമായി അറിയില്ല. അള്ളാഹുവിന്റെ പേരിന്റെ എണ്ണം ഇവിടെ പറഞ്ഞിട്ടില്ല. എത്രയോ പേരുകൾ അള്ളാഹുവിനുണ്ട് മുഅ്മിനേ. അള്ളാഹുവിനെ മാത്രം അറിയുന്ന പേരുകളുണ്ട്. മാലാഖമാർക്ക് മാത്രമായി അള്ളാഹു അറിയിച്ചു കൊടുത്ത പേരുകളുണ്ട്. അംബിയാഇന് മാത്രമായി അള്ളാഹു അറിയിച്ചു കൊടുത്ത പേരുകളുണ്ട്. മൊത്തത്തിൽ എല്ലാവരെയും അല്ലാഹു അറിയിച്ച ഖുർആനിൽ പരാമർശിച്ച പേരുകളുണ്ട്. ആ പേരുകൾ 99 പേരുകൾ നമുക്ക് അല്ലാഹു അറിയിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അത് മാത്രമൊന്നുമല്ല, അതല്ലാത്ത തന്നെ ഒരുപാട് പേരുകളുണ്ട്. അല്ലാഹുവേ, ഏതെല്ലാം പേരുകൾ നിനക്കുണ്ടോ ആ പേരുകളൊക്കെയും വിളിച്ച് ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു. അങ്ങനെ ദുആ ചെയ്താലും ഇജാബത്ത് ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ സഹോദരാ, ഈ പറയുന്നത് ശ്രദ്ധിക്ക് സഹോദരി. ജല്ല ജലാലായ റബ്ബിനോട് ദുആ ചെയ്യേണ്ട ഒരു രീതി ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തന്നത് പറയട്ടെ. അല്ലാഹുവിന്റെ പേരുമായി ബന്ധപ്പെട്ട് ആ പേരുകളെ പരാമർശിച്ചുള്ള ഒരു പ്രാർത്ഥന ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മാ അസാബ അഹദൻ ഹമ്മുൻ വലാ ഹസനുൻ, മാ അസാബ അഹദൻ ഹമ്മുൻ വലാ ഹുസ്നുൻ. ഒരാൾക്ക് ഒരു ടെൻഷൻ പിടിപെട്ടാൽ, മാനസിക ക്ലേശം പിടിപെട്ടു, അങ്ങനെ അയാൾ എന്ത് ചെയ്തെന്നറിയോ? ഫഖാല, അയാൾ ഇങ്ങനെ ദുആ ചെയ്തു. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാലിം ഫീ ഹുക്മുക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക വഅൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി وجلاء حزني وذهاب همي إلا أذهب الله عنه كل همه وحزنه وأبدل مكانه فرحا. ഞാൻ ആദ്യം ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരും, പിന്നെ ഈ ദുആ നിങ്ങൾക്ക് ചൊല്ലിത്തരും. നിങ്ങൾ എല്ലാവരും ഇത് ചൊല്ലണം. ഇത് ചൊല്ലി ദുആ ചെയ്താൽ അതുകൊണ്ട് എല്ലാ ടെൻഷനുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും നീങ്ങിക്കിട്ടും. ആ ടെൻഷന് പകരം സന്തോഷം അല്ലാഹു പകരം തരുന്ന അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ഇന്നത്തെ ഈ മജ്ലിസിലെ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് നമുക്കെല്ലാവർക്കും അത് കിട്ടണം. ആദ്യം ഞാൻ അതിന്റെ അർത്ഥം ഒന്ന് പറയും, എന്നിട്ട് ഇൻഷാ അല്ലാഹ് അത് ചൊല്ലിത്തരും. അല്ലാഹു അതൊക്കെ സ്വീകരിക്കട്ടെ, അല്ലാഹു അതൊക്കെ കബൂലാക്കട്ടെ. അതിന്റെ ഒരു ബറക്കത്ത് അല്ലാഹു തരട്ടെ. എത്രയെത്ര മുഅ്മിനീങ്ങളാണ് അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ പരിഹാരത്തിനായി ദുആ ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഈ മജ്ലിസ് അതിനനുയോജ്യമാവണം. നമ്മൾ അല്ലാഹുവിനോടാണ്ട് തേടിയാൽ അത് കിട്ടിയിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഇതിനൊരു പ്രത്യേക കബൂലിയത്ത് നൽകട്ടെ. ഹദീസിന്റെ അർത്ഥം ഇതാണ്, മാ അസാബ അഹദൻ ഹമ്മുൻ വലാ ഹുസ്നുൻ. ഒരാൾക്കൊരു ടെൻഷൻ പിടിപെട്ടു, മാനസികമായൊരു സങ്കടമുണ്ടായി, എന്തോ ഒരു ക്ലേശം അയാൾക്കുണ്ടായി, മനസ്സിനൊരു വൈക്ലഭ്യം, അസ്വസ്ഥത, പ്രയാസം. ഉടനെ ഫഖാല, അയാൾ മനസ്സറിഞ്ഞ് ഇലാഹായ റബ്ബിനോട് ഇങ്ങനെ ദുആ ചെയ്തു. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. വബ്നു അബ്ദിക,
നിന്റെ അടിമയുടെ പുത്രനാണ്. വബ്നു അമതിക, നിന്റെ അമത്തിന്റെ അടിമ പെണ്ണിന്റെ പുത്രനാണ്. നാസിയതി ബിയദിക, എന്റെ മൂർത്താവ് നിന്റെ കയ്യിലാണ്. എന്നെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് നീയാണ്. മാലിൻ ഫിയ ഹുക്മുക, നിന്റെ വിധികൾ എന്തൊക്കെയാണോ, തീരുമാനങ്ങൾ എന്തൊക്കെയാണോ, അതൊക്കെയാണ് എന്നിൽ നടപ്പിലാകുന്നത്. അതുകൊണ്ട് അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാഹ്, ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്ക് എത്ര പേരുകളുണ്ടോ ആ പേരുകളൊക്കെയും പിടിച്ച് നിന്നോട് ഞാൻ ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക, നീ നിന്റെ നഫ്സിന് വെച്ച എത്രത്തോളം നാമങ്ങളുണ്ടോ, പേരുകളുണ്ടോ, ആ പേരുകളൊക്കെയും വിളിച്ച് ഞാൻ ചോദിക്കുന്നു. വഅൻസൽതഹു ഫീ കിതാബിക, നിന്റെ കിതാബിൽ നീ ഇറക്കിയ പേരുകളൊക്കെയും വിളിച്ച് ഔ അല്ലംതഹു അഹദം മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികൾക്കൊക്കെ നീ പഠിപ്പിച്ചു കൊടുത്ത പേരുകളൊക്കെ വിളിച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, അവിസ്തഗ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അല്ലെങ്കിൽ ഒരാൾക്കും നീ പറഞ്ഞു കൊടുക്കാതെ നീ മാത്രം അറിയുന്ന നിന്റെ പേരുകളുണ്ടല്ലോ, ആ പേരുകളൊക്കെയും വിളിച്ച് അല്ലാ നിന്നോട് ഞാൻ തേടുകയാണ്. അന്ത ജഅലൽ ഖുർആന റബിയ ഖൽബി, ഖുർആൻ എന്റെ ഹൃദയത്തിന് ആനന്ദമാക്കണേ അല്ലാഹ്. വനൂറ സദരി, അതെന്റെ ഹൃദയത്തിന് വലിയ വെളിച്ചമാക്കണേ അല്ലാഹ്, പ്രകാശമാക്കണേ അല്ലാഹ്. വജലാഅ ഹുസ്നി, എന്റെ എല്ലാ മാനസിക വിഷമങ്ങളും ടെൻഷനുകളും പ്രതിസന്ധികളും വിഷമങ്ങളും എല്ലാം നീങ്ങാനുള്ള മാർഗമാക്കണേ അല്ലാഹ്. വദഹാബ ഹമ്മി, എന്റെ ഹമ്മ് മാനസിക ക്ലേശങ്ങൾ പൂർണ്ണമായും നീക്കണേ അല്ലാഹ്. ഇങ്ങനെ ഒരാളങ്ങ് ദുആ ചെയ്താൽ ഇല്ലാ അദ്ഹബല്ലാഹു അൻഹു കുല്ല ഹമ്മഹു വഹുസ്നഹു, അവന്റെ ടെൻഷൻ അല്ലാഹു നീക്കുന്നതാണ്, അവന്റെ വിഷമത്തെ അല്ലാഹു നീക്കി കളയുന്നതാണ്. വഅബ്ദല മകാനഹു ഫറഹാ, അതിന്റെ പകരം അല്ലാഹു സന്തോഷത്തെ പകരം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മളൊന്ന് ചൊല്ലില്ലേ, ഉറക്കൊക്കെ ഒഴിവാക്കി ഒന്ന് ഉണർന്നിരിക്കി, ഇത് നമുക്ക് കിട്ടണം. അപ്പൊ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ ദിക്റ്, ഈ പ്രാർത്ഥന ചൊല്ലിത്തരും. എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന രൂപത്തിൽ സാവകാശം ചൊല്ലിത്തരും. നിങ്ങൾ അത് ചൊല്ലണം. ടെൻഷൻ, പ്രതിസന്ധി, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും നീങ്ങിക്കിട്ടണമെന്ന് നിയ്യത്ത് ചെയ്തോളൂ. പകരം സന്തോഷം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചൊല്ലല്ലേ, ചൊല്ലി ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫിയ ഹുക്മുക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക വഅൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദം മിൻ ഖൽഖിക
خلقك أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي اللهم إني عبدك وابن عبدك وابن أمتك ناصيتي بيدك ماض في حكمك أسألك بكل اسم هو لك سميت به نفسك وأنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي اللهم إني عبدك وابن عبدك وابن أمتك ناصيتي بيدك ماض في حكمك أسألك بكل اسم هو لك سميت به نفسك وأنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي അല്ലാഹുവേ റബ്ബേ റഹ്മാനെ റഹീമേ ഗഫൂറേ ജവാദേ സത്താറേ ഫത്താഹേ വദൂദേ ഹഫീളേ മുഅ്മിനേ മുഹൈമിനേ മലിക്കേ ജബ്ബാറേ ഖുദ്ദൂസേ വഖാബേ മുതകബ്ബിറേ വാഹിദേ സമദേ ഖാദിറേ മുഖ്തദിറേ മുഖദ്ദിമേ മുഅഖിറേ വാഹിറേ ബാത്തിനേ വാലി മുതആലി റഊഫേ മാലികുൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം ഈ ദുആ ഖബൂലാക്കണമേ അല്ലാഹ് ഇത് സ്വീകരിക്കണമേ അല്ലാഹ് ഇതിന്റെ ബറക്കത്ത്
കൊണ്ട് ഞങ്ങളിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും പരിപൂർണമായും നീക്കി റാഹത്ത് നൽകണമേ അല്ലാ. കൊറോണയുമായി ബന്ധപ്പെട്ട ആശങ്കകളാ എല്ലാം നീക്കി റാഹത്ത് നൽകണമേ അല്ലാ. കടം കൊണ്ടങ്ങേ അറ്റത്തെ പ്രയാസത്തിലാണെന്ന് പറഞ്ഞവരുണ്ട്, അത് വീട്ടിൽ സലാമത്ത് നൽകണമേ അല്ലാ. മക്കളില്ലാത്ത സങ്കടമുള്ളവരുണ്ട്, സാലിഹീങ്ങളായ മക്കളെ വിധിക്കണമേ അല്ലാ. വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ഹൈറായ റാഹത്തുള്ള വീട് ലഭ്യമാക്കണമേ അല്ലാ.